ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. തുടർച്ചയായ മൂന്നാം വർഷവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 7%-ലധികം വളർച്ചയെന്ന് കേന്ദ്ര സാമ്പത്തിക റിപ്പോർട്ട്. അധ്യാപനത്തെ ജോലി എന്നതിലുപരി വിദ്യാർത്ഥികളുടെ ജീവിതം ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗമായി കാണണമെന്ന് അധ്യാപകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. കേരള നിയമസഭയിൽ നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമായി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ജമൈക്കയെ ഏകപക്ഷീയമായ 13 ഗോളിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. തുടർച്ചയായ മൂന്നാം വർഷവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 7%-ലധികം വളർച്ചയെന്ന് കേന്ദ്ര സാമ്പത്തിക റിപ്പോർട്ട്. സ്ഥിരമായ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ദൃഢതയാർന്ന പ്രതിബദ്ധതയാണ് വ്യക്തമാക്കുന്നതെന്നും കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പ് പുറത്തിറക്കിയ രേഖയിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ പൊതുമേഖലാ മൂലധന നിക്ഷേപത്തിൽ വൻ വർധനയുണ്ടായി. അമേരിക്കയ്ക്കും യുകെയ്ക്കും ശേഷം ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഫിൻടെക് സമ്പദ് വ്യവസ്ഥയായി, ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായും രാജ്യം മാറിയെന്നും അവലോകനത്തിൽ പറയുന്നു. അധ്യാപനത്തെ ജോലി എന്നതിലുപരി വിദ്യാർത്ഥികളുടെ ജീവിതം ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗമായി അധ്യാപകർ കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യപദ്ധതിക്ക് ഉപരിയായ ബന്ധം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ രൂപപ്പെടണം. കുട്ടികളുടെ പ്രകടന റിപ്പോർട്ടിനെ രക്ഷിതാക്കൾ സ്വന്തം നേട്ടമായി പ്രദർശിപ്പിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെല്ലുവിളികളും മത്സരങ്ങളും ജീവിതത്തിൽ പ്രചോദനം പകരുമെങ്കിലും അവ ആരോഗ്യകരമായ രീതിയിലാണ് നടക്കേണ്ടത്. പരസ്പരം മത്സരിക്കുന്നതിനു പകരം വിദ്യാർത്ഥികൾ സ്വയം മത്സരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രഗതി മൈതാനിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരീക്ഷാ പേ ചർച്ചയ്ക്കായി 6 മുതൽ 12 വരെ ക്ലാസുകളിൽ നിന്നായി 2.26 കോടിയിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത്. പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. വിദ്യാർത്ഥികളുടെ സംശയങ്ങളും അദ്ദേഹം ദൂരീകരിച്ചു. പരീക്ഷാ സമ്മർദ്ദത്തെ സ്വയം നേരിടുന്നതിനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഗർ जीवन में चुनौतियां न हो, स्पर्धा न हो, तो फिर जीवन बहुत ही प्रेरणाहीन बन जाएगा, चेतनाहीन बन जाएगा. कंपटीशन होनी ही चाहिए, लेकिन जैसे एक सवाल में पूछा कालीकट से बच्ची ने, हेल्दी कंपटीशन, इसलिए कंपटीशन हेल्दी होना चाहिए. പരിപാടിയുടെ അവതാരകയായ മേഘ്ന എൻ നാഥ്, കോഴിക്കോട് നിന്നുള്ള വിദ്യാർത്ഥിനി സ്വാതി ദിലീപ്, ഒമാനിൽ നിന്നുള്ള ഡാനിയ സാബു വർഗീസ് തുടങ്ങി മലയാളി വിദ്യാർത്ഥിനികളും പ്രധാനമന്ത്രിക്കൊപ്പം ചർച്ചയിൽ ആവേശപൂർവ്വം പങ്കെടുത്തു. പരീക്ഷാ പേ ചർച്ചയുടെ പ്രത്യേക പ്രദർശനം കേരള രാജ്ഭവൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. വിവിധ സ്കൂളുകളിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച ബീറ്റിംഗ് റിട്രീറ്റ് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടന്നു. 3 സേനാ വിഭാഗങ്ങൾ, കേന്ദ്ര സായുധ പോലീസ് എന്നിവയുടെ മ്യൂസിക് ബാൻഡുകൾ ചടങ്ങിനെ ആകർഷകമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് വിളിച്ചിട്ടുള്ള യോഗം നാളെയാണ്. ഇരുസഭകളിലെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 31-ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 27-ന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത മാസം 8-ന് വിജ്ഞാപനമിറക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ചോദ്യം ചെയ്യും. സോറന്റെ ന്യൂഡൽഹിയിലെ വസതിയിലാണ് ചോദ്യം ചെയ്യൽ. സൈനിക ഭൂമി അനധികൃതമായി വിറ്റതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ED സംഘം ചോദ്യം ചെയ്യുക. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മിയൂസുവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നീക്കം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സിമിയുടെ നിരോധനം കേന്ദ്രം 5 വർഷത്തേക്ക് കൂടി നീട്ടി. UAPA പ്രകാരം 2019-ൽ പ്രഖ്യാപിച്ച നിരോധനമാണ് നീട്ടിയത്.
ഇന്ത്യയുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും കോട്ടം തട്ടുന്ന നടപടികളാണ് സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ബീഹാറിൽ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ആർജെഡി അധ്യക്ഷൻ ലാലു പ്രസാദിനെയും മകൾ മിസ ഭാരതിയെയും ചോദ്യം ചെയ്യുന്നു. പാറ്റ്നയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. തൊഴിലിനു പകരമായി ഭൂമി സ്വീകരിച്ചുവെന്ന കേസുമായി ബന്ധപ്പെട്ട് സിബിഐ ലാലുവിനെതിരായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ലാലുവിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കേസുകൾ ഇഡി അന്വേഷിക്കുന്നുണ്ട്. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമായി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതിനാൽ ഭരണപക്ഷ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. നന്ദി പ്രമേയ ചർച്ച ഈ മാസം 31 വരെ തുടരും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയാക്കോട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അപാകത ഉണ്ടെന്നാരോപിച്ച് കോൺഗ്രസിലെ പി.സി. വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുണ്ടെങ്കിലും വിതരണം മുടങ്ങിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടിയായി പറഞ്ഞു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം ഇതിൽ പ്രതിഷേധിച്ച് നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയും അതിനുശേഷം സഭ ബഹിഷ്കരിക്കുകയുമായിരുന്നു. അതിനിടെ 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനിച്ചു. വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി ഫെബ്രുവരി 15-ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് തീരുമാനം. നേരത്തെ മാർച്ച് 27 വരെ സഭാ സമ്മേളനം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ബജറ്റ് ഫെബ്രുവരി 5-ന് അവതരിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1241 പോയിന്റ് ഉയർന്ന് 71,942-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 385 പോയിന്റ് നേട്ടത്തിൽ 21,738-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമാനെ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒമാനിലെത്തും. ഒമാൻ പ്രതിരോധ സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ നസീർ ബിൻ അലി അൽ സാബിയുമായി 12ാമത് സംയുക്ത സൈനിക സഹകരണ സമിതി യോഗത്തിൽ സംബന്ധിക്കും. ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശ്രീ അരമാനെ അവലോകനം ചെയ്യും. ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരെ ആകർഷിച്ച് ദുബായിൽ നടക്കുന്ന അറബ് ഹെൽത്ത് 2024 പ്രദർശനം തുടരുന്നു. അറിവ് കൈമാറ്റം സുഗമമാക്കുക, തെളിയിക്കപ്പെട്ട ചികിത്സാ മാർഗ്ഗങ്ങൾ പ്രാപ്തമാക്കുക, ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിന് അനുകൂലമായ അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നിവയാണ് പ്രദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആരോഗ്യ സംരക്ഷണ ഉപകരണ രംഗത്ത് വൈദഗ്ധ്യമുള്ള 20-ലധികം നിർമ്മാതാക്കളുടെ സംഘം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ATP ഡബിൾസ് ലോക റാങ്കിംഗിൽ ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ ആദ്യമായി 1ാം സ്ഥാനത്തേക്ക്. ശനിയാഴ്ച നടന്ന ഓസ്ട്രേലിയൻ ഓപ്പണിൽ തന്റെ കരിയറിലെ ആദ്യ പുരുഷ ഡബിൾസ് ഗ്രാൻഡ്സ്ലാം നേടിയ രോഹൻ ബൊപ്പണ്ണ ATP റാങ്കിംഗിൽ 2 സ്ഥാനങ്ങൾ നേടിയിരുന്നു. ബൊപ്പണ്ണയുടെ ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡനാണ് പുതിയ ലോക 2ാം നമ്പർ താരം. ഒമാനിലെ മസ്കറ്റിൽ നടക്കുന്ന പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ജമൈക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വൻ വിജയം. പൂൾ ബിയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ 13-0-ന് ജമൈക്കയെ പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ ഇന്ത്യ നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. കെയ്റോയിൽ നടക്കുന്ന അന്താരാഷ്ട്ര എയർ റൈഫിൾ ഷൂട്ടിംഗ് മത്സരത്തിലെ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ ഒളിമ്പ്യൻ ദിവ്യാൻ സിംഗ് പൻവാർ ഫൈനലിൽ ലോക റെക്കോർഡോടെ സ്വർണ്ണം നേടി. വനിതകളുടെ വിഭാഗത്തിൽ സോനം ഉത്തം മസ്കർ വെള്ളി നേടി. വൈദ്യുതി വിതരണത്തിലെ തകരാർ മൂലം ചന്ദ്രോപരിതലത്തിൽ സ്തംഭനാവസ്ഥയിലായിരുന്ന ജപ്പാന്റെ മൂൺ ലാൻഡർ പ്രവർത്തനം പുനരാരംഭിച്ചു. ലാൻഡിംഗിനെ തുടർന്ന് 9 ദിവസമായി മൂൺ ലാൻഡർ പ്രവർത്തനരഹിതമായിരുന്നു. ജോർദാനിലെ US സൈനിക താവളത്തിൽ ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെടുകയും 34 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിനു ശേഷം ഇതാദ്യമായാണ് മേഖലയിൽ US സൈനികർ കൊല്ലപ്പെടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തുടർച്ചയായ 3ാം വർഷവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 7%-ലധികം വളർച്ചയെന്ന് കേന്ദ്ര സാമ്പത്തിക റിപ്പോർട്ട്. അധ്യാപനത്തെ ജോലി എന്നതിലുപരി വിദ്യാർത്ഥികളുടെ ജീവിതം ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗമായി കാണണമെന്ന് അധ്യാപകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. കേരള നിയമസഭയിൽ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമായി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ജമൈക്കയെ ഏകപക്ഷീയമായ 13 ഗോളിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.